ഗൗരി പിന്നെ ആ ഭാഗത്തേക്ക് വന്നതേയില്ല. അനിയും ശാരദയും പലഹാരമെല്ലാം ഡൈനിങ് ടേബിളിൽ എടുത്തു വെക്കുകയാണ്. ഗൗരിയും കൂടെയുണ്ട്. മീനു അതുലിൻ്റെ അടുത്തേക്ക് പോയതാണ്. വരൂ മക്കളെ, ചായ കുടിച്ചിട്ട് സംസാരിക്കാം. പ്രഭാമ അവരെയും കൂട്ടി ഡൈനിങ് ടേബിളിലേക്ക് നടന്നു. ഗൗരി അവർ വരുന്നത് കണ്ടെങ്കിലും വലിയ തിരക്കിൽപ്പെട്ട പോലെ പലഹാരം കൊണ്ടുവെക്കുകയാണ്. അവളുടെ കാട്ടിക്കൂട്ടൽ കണ്ടാലേ അറിയാം അവരെ ഫേസ് ചെയ്യാനുള്ള മടിയാണെന്ന്. നന്ദുട്ടി മോളെ, അച്ചമ്മ നീട്ടി വിളിച്ചു. ഗൗരി ഒന്ന് ശങ്കിച്ച് അച്ചമ്മയെ നോക്കി. ഇങ്ങനെ ആകാൻ വഴിയില്ലല്ലോ, ഒരു പിച്ചിനുള്ള സമയം കഴിഞ്ഞതാണല്ലോ, അവൾ ചിന്തിച്ചു പോയി. മോളെ, അവർ ഒന്നുകൂടി വിളിച്ചു. ആ അച്ചമ്മ. അവൾ വിളി കേട്ടുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി. നിന്റെ കയ്യിലില്ലേ നമ്മുടെ ഈ വീടിൻ്റെ കടലാസ് എല്ലാം ഉള്ളത്? ഗൗരിക്ക് കാര്യം മനസ്സിലായില്ല. അവൾ അനിതയെ ഒന്ന് നോക്കി. അത് ഗൗരി, അച്ചമ്മ പറയുന്നത് വീടിൻ്റെ പ്ലാനാണ്. ഈ മോൻക്ക് ഈ വീട് നന്നായി ഇഷ്ടമായെന്ന്, പ്ലാൻ ഒന്ന് കാണണമെന്ന്. ഓ, കരിപ്പൻ ചുളുവിൽ ബിസിനസ് ഇറക്കാണല്ലോ. ഗൗരി നഖം കടിച്ച് ചിന്തയിലായി. നന്ദുട്ടി ഇല്ല അച്ചമ്മ, അവൾ വേഗം വിരൽ വായിൽ നിന്ന് എടുത്തു. നീ ചായ കുടിച്ചു കഴിഞ്ഞ് ഇവരെ വീടൊന്ന് കാണിച്ചു കൊടുക്കൂ. മക്കൾ കഴിക്ക്, എനിക്ക് വിളക്ക് വെക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ, പ്രഭാമ പറഞ്ഞുകൊണ്ട് അവരുടെ റൂമിലേക്ക് പോയി. ചായ കുടി കഴിഞ്ഞ് വീട് കാണാനിറങ്ങിയതാണ് 4 പേരും. ഈ സമയമാണ് മീനുവിൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നത്. അതുൽ, വീട്ടിൽ ആരൊക്കെ വന്നിട്ടുണ്ട്, നമ്മോട് അങ്ങോട്ട് വരാൻ. ആദി, നീ എന്നാൽ വീട് കാണൂ, ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് വരാം. മീനുവും അതുലും അവിടെ നിന്നും പോയി. ആദിക്ക് വീട് കാണിച്ചു കൊടുക്കുകയാണ് ഗൗരി. അവനാണെങ്കിൽ വലിയ ഉത്സാഹത്തോടെ ഓരോ ഭാഗവും നോക്കി കാണുന്നുണ്ട്. ആ റൂമിൽ കയറണ്ട, പെട്ടെന്നാണ് ഗൗരി പറഞ്ഞത്. ആദി സംശയത്തോടെ അവളെ നോക്കി. അത് എൻ്റെ റൂമാണ്. നിൻ്റെ റൂം ഈ വീട്ടിൽ പെട്ടതല്ലേ? അവൻ ഗൗരവത്തിൽ ചോദിച്ചുകൊണ്ട് അതിനുള്ളിലേക്ക് കയറി. അതെ, ഇത് എൻ്റെ വീടാണ്, നിങ്ങളുടെ ഓഫീസല്ല. അതിന്? അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ റൂമിൻ്റെ ഉള്ളിലേക്ക് അടഞ്ഞുകിടന്ന ഡോർ തുറന്നതും വാവ്, അറിയാതെ അവൻ്റെ വായിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വന്നു. പിന്നെയാണ് അവന് ബോധം ഉണ്ടായത്. എന്ത് പൊടിയാണ് ഇവിടമെല്ലാം, അവൻ കൈ തട്ടിക്കൊണ്ട് പറഞ്ഞു. അകത്തേക്ക് കയറിയപ്പോഴേ കാണുന്ന നീളൻ കണ്ണാടിയിൽ അവൻ കണ്ടു ചുണ്ടും കൂർപ്പിച്ച് മുഖം വീർപ്പിച്ച് നിൽക്കുന്നവളെ. അവൻ്റെ ചുണ്ടിൽ അവൻ പോലും അറിയാതെ ഒരു പുഞ്ചിരി മിന്നിമാഞ്ഞു. അതെ, ഇറങ്ങിയാട്ടെ, ഇവിടെ എല്ലാം പൊടിയാണ്, സാറിന് ബുദ്ധിമുട്ടാക്കും. അവൾ അവൻ്റെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞു. എനിക്കെന്ത് ബുദ്ധിമുട്ട്, ഞാൻ വീട് മുഴുവൻ കാണാൻ വേണ്ടി ഇറങ്ങിയതല്ലേ. അവൻ അവളെ മറികടന്ന് അവളുടെ വർക്ക് ഏരിയ ഫുള്ളും നോക്കി കാണുകയായിരുന്നു. അവന് പോലും അത്ഭുതം വരുന്ന വിധമാണ് അവളുടെ ആർക്കിടെക്ചറൽ സ്റ്റുഡിയോ അവൾ ഒരുക്കിയിരുന്നത്. പകുതിയാക്കിയ വർക്കും അവിടെ കാണാനുണ്ട്. അവൻക്കെല്ലാം ചോദിച്ചറിയണമെന്നുണ്ട്. അവൻ്റെ ഈഗോ അല്ലെങ്കിൽ അവളുടെ ഗെറ്റപ്പ് കാണേണ്ടി വരുമോ എന്ന ശങ്ക എന്തുകൊണ്ടോ അവന് ചോദിക്കാൻ തോന്നിയില്ല. ആ റൂമിലെ ഓരോ കോണും അവൻ വാച്ച് ചെയ്ത് ഫുൾ നീറ്റാണ്. അവളുടെ ബെഡ്റൂം പോലും ഈ തുള്ളിച്ചാടി നടത്തമേ ഉള്ളൂ. ആൾ ഫുൾ നീറ്റാണെന്ന് അവൻക്ക് തോന്നിപ്പോയി. ഒരുവിധം ഗൗരി വീട് മൊത്തം കാണിച്ചു കൊടുത്തു. നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. ആദ്യയുടെ ഫോണിലേക്ക് അതുലിൻ്റെ കോൾ വന്നു. ആ അതുൽ, ഞാൻ ഇറങ്ങി. ഓക്കെ. ആ ഗൗരി നന്ദ, താൻ ഈ വീടിൻ്റെ പ്ലാൻ താ. ഗൗരി അവനെ ഒന്ന് നോക്കി. അതെ, പ്ലാനൊക്കെ തരാം, പക്ഷേ വല്ല പ്രൊജക്റ്റ് കിട്ടിയാൽ പ്രോഫിറ്റിൽ 50% എനിക്ക് വേണം. ഏയ്, അതൊന്നും പറ്റില്ല, നല്ല കണക്കുണ്ടല്ലോ. എന്നാലേ എൻ്റെ ഐഫോൺ പുതിയ മോഡലാണ് നീ തട്ടിത്തെറിപ്പിച്ചത്. അത് ഇപ്പോൾ ഒന്നിനും കൊള്ളാതെ വേസ്റ്റ് ബിന്നിൽ കിടക്കുന്നുണ്ട്. പിന്നെ നിൻ്റെ കണ്ണീർ കഥ, നീയാണ് വീട്ടുചിലവ് നോക്കുന്നത്, കണ്ണു കാണാത്ത അമ്മൂമ്മ. പിന്നെ നീ വേഗം എന്തൊക്കെയോ പറഞ്ഞല്ലോ. കല്യാണപ്രായമായ മകൾ സ്വർണ്ണ. അവൻ ഓരോന്നും എണ്ണി പറയാൻ തുടങ്ങി. അവളൊന്ന് പതറി വെപ്രാളത്തോടെ ചുറ്റും നോക്കി. അത് ഞാൻ. അവളൊന്ന് തപ്പിത്തടഞ്ഞു. ഫോൺ ഞാനല്ല പൊട്ടിച്ചേ, സാറ് ശ്രദ്ധയില്ലാതെ വന്നതുകൊണ്ടല്ലേ. രേഷ്മ പറഞ്ഞല്ലോ സാറുടെ അടുത്താണ് തെറ്റിയെന്ന്. സാറ് സ്പീഡിൽ ഫോൺ നോക്കി വന്നതുകൊണ്ടാണ് എന്ന്. ഏത് രേഷ്മ? സാറിനറിയില്ലേ രേഷ്മയെ ഓഫീസിലെ? അവൾ വിശദീകരിച്ചു കൊടുത്തു. രേഷ്മ എന്താ CCTV ആണോ ഇത്രയും പറയാൻ? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. പിന്നെ സാറേ, എനിക്ക് പ്രോഫിറ്റ് ഒന്നും വേണ്ട. സാറ് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ കണ്ണീർ കഥ, അത് ആരോടും പറയാതെ പ്ലീസ്. അവൾ നഖം കടിച്ചുകൊണ്ട് ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്തേ, അച്ചമ്മയെ കേൾക്കുമെന്ന് പേടിയുണ്ടോ? അവൻ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അവളൊന്ന് ബാക്കിലേക്ക് നീങ്ങി. പേടി ഉണ്ടായിട്ടൊന്നുമല്ല, പിന്നെ ഓഫീസിൽ വീട്ടിലെ പോലെ തന്നെയാണ് എൻ്റെ കളിയെന്ന് കരുതി എന്നെ പണിക്ക് വിടില്ല. ജോലിക്ക് പോയിട്ടെങ്കിലും പക്വത വരട്ടെ എന്നാണ് അവർ പറയുന്നത്.
അവൾ വീണ്ടും നഖം കടിക്കാനായി നിന്നതും ആദി അവളുടെ കയ്യിനെ ഒറ്റ തട്ട് കൊടുത്തു. അവൾ ഒന്ന് ഞെട്ടി. പിന്നെ അവനെ കൂർപ്പിച്ചു നോക്കി. ഗൗരിനന്ദ, ഇന്ന് ഇത് ലാസ്റ്റ്. ഇനി എൻ്റെ മുന്നിൽ നഖം കടിച്ചാൽ അവൻ കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. അയ്യോ സാർ, ഞാൻ നഖം കടിക്കുകയല്ല. ഇത് ചെറുതിലേ ഉള്ള ശീലമാ. എന്തെങ്കിലും ചിന്തിക്കുന്ന സമയം അറിയാതെ വിരൽ ചുണ്ടിൽ വെക്കാൻ തോന്നും. കാണുന്നവർ വിചാരിക്കും നഖം കടിക്കാണെന്ന്. വേണമെങ്കിൽ നോക്ക്. അവൾ അല്പം നീട്ടി വളർത്തിയ നഖം അവന് കാണിച്ചു കൊടുത്തു. നഖം കടിച്ച ലക്ഷണമൊന്നുമില്ല. എങ്കിലും ഈ ശീലം നന്നല്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അവൻ നഖത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ നന്നായി തലയിളക്കി കാണിച്ചു. എന്നാൽ വേഗമെടുക്ക്. പ്ലാൻ അതുൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവൻ ധൃതി കൂട്ടി. ഗൗരി അവളുടെ റൂമിലേക്ക് കയറി. ആദ്യ ബാൽക്കണിയിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. അവൻക്ക് അവിടം നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു. നല്ല കുളിർമയുള്ള പ്രദേശമായിരുന്നു അവിടം. സാർ, ഗൗരി പിന്നിൽ നിന്നും അവനെ വിളിച്ചു. ആദ്യം ഒന്ന് തിരിഞ്ഞു നോക്കി. ഗൗരി കയ്യിലെ ഫയൽ അവനു നീട്ടി. ഇതിൽ പ്ലാൻ മാത്രമല്ല, ഈ വീടിൻ്റെ ഓരോ വർക്ക് ഡീറ്റെയിലും ഞാൻ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. തിരഞ്ഞെടുക്കുമ്പോൾ ആ സാറിന് പിന്നെയും ലേറ്റ് ആകും. സാർ സൗകര്യം പോലെ നോക്കിയിട്ട് തരൂ. ഓക്കെ. അവൻ ഫയലും പിടിച്ച് സ്റ്റെപ്പ് ഇറങ്ങി നേരെ ചെന്നത് ദീപം കത്തിച്ച് വെച്ച് അതുലിനെയും മീനുവിനെയും സംസാരിച്ചിരിക്കുന്ന അച്ചമ്മയുടെ മുന്നിലേക്കാണ്. അവൻ അവിടെ നിന്ന് തന്നെ തൊഴുതു. ഇത് കണ്ട് ബാക്കിലിറങ്ങി വന്ന ഗൗരി ഒന്ന് ഞെട്ടി. നഖം വായിലേക്ക് പോകാൻ നിന്നതും പെട്ടെന്ന് കൈയെടുത്തു. അതുൽ, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ആദി അവരുടെ അടുത്ത് കുഷ്യനിലേക്ക് ഇരുന്നു. ഞങ്ങൾ ഇവിടെ എത്തിയിട്ടാണ് നിന്നെ വിളിച്ചത്. പ്ലാൻ നോക്കിയോ ആദി? അതുൽ കയ്യിലെ ഫയലിലേക്ക് നോക്കി ചോദിച്ചു. ഇല്ലടാ, ഇനി ടൈമില്ല. സാവകാശം മതിയെന്നാ ഗൗരിനന്ദ പറഞ്ഞത്. ആദി ഫയലിലേക്കും പിന്നെ മീനുവിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഗൗരിയെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. നന്ദുട്ടി മോൻ്റെ ഓഫീസിലാണല്ലേ ജോലി ചെയ്യുന്നത്? അതെ അച്ചമ്മ. എങ്ങനെയാണ് മോനെ ഇവള്? ഇവിടുത്തെ പോലെ തന്നെയാണോ? ഏയ് അല്ല അച്ചമ്മ, അവൻ അത്രമാത്രം പറഞ്ഞു. ഇയാൾക്ക് എന്താ ഇത്ര പിശുക്ക്? കുറച്ചുകൂടി ഉപ്പും മുളകും ചേർത്ത് പറഞ്ഞാലെന്താ? ഗൗരി മീനുവിൻ്റെ ചെവിയിലായി പിറുപിറുത്തു. 10-15 ദിവസം പോലും ആയിട്ടില്ലല്ലോ മോളെ ഓഫീസിൽ കയറിയിട്ട്. അവൻ്റെ വായിൽ നിന്ന് ഇത്രയും വന്നതേ ഭാഗ്യമെന്ന് കരുതിക്കോ. ആ, അതും ശരിയാ മീനു. ഞങ്ങളുടെ ആദ്യ കൂടിക്കാഴ്ച ആ ഇരിക്കുന്ന മുതൽ അറിഞ്ഞാൽ പിന്നെ JV കമ്പനിയുടെ അടുത്ത് 7 അയലത്ത് എന്നെ അടുപ്പിക്കില്ല. അച്ചമ്മയെ നോക്കി ഗൗരി മീനുവിനോട് സ്വകാര്യം പറഞ്ഞു. ഈശ്വര, നീ തന്നെ കാത്തോളണേ. ശരിയാ മീനു, നീ എനിക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്ക്. ആ സിംഹത്തിൻ്റെ മടയിൽ നിന്ന് ഈ മാൻകിടാവിനെ കാത്തോളാൻ. ഓ, ഒരു മാൻകിടാവ് വന്നിരിക്കുന്നു. ഞാനേ പാവം ആദിയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. നിന്റെ മടയിൽ നിന്ന് പാവം അവനെ കാത്തോളാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. പോടി സാമദ്രോഹി. ഒന്നുമില്ലെങ്കിൽ ജനിച്ചന്നു മുതൽ നമ്മൾ ഫ്രണ്ട്സ് അല്ലോടി. എന്നിട്ടും നീ ആയിക്കോട്ടെ, നിനക്കൊരു ഭർത്താവ് കിട്ടിയപ്പോൾ ഞാൻ പുറത്ത് ആയിക്കോട്ടെ. ഗൗരി നാടകം ഡയലോഗും പറഞ്ഞ് മീനുവിൻ്റെ ചെവിക്കരിയിൽ നിന്നും തല ഉയർത്തിയതും കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്ന ആദിയെയാണ്. എന്നാൽ ശരി സാർ, ഇറങ്ങാനായല്ലോ അല്ലേ? ഞാനേ ഈ മീനുവിന് കുറച്ച് ഉപദേശം കൊടുക്കായിരുന്നു. അന്യൻ്റെ വീട്ടിലേക്കല്ലേ പോകുന്നത്, അവിടെ എങ്ങനെ പെരുമാറണമെന്ന് ചെറിയൊരു ക്ലാസ് കൊടുത്തതാ. ഗൗരി കൂടുതൽ പറയാൻ തുടങ്ങിയതും മുറ്റത്തെ കാറിൻ്റെ ഓൺ കേട്ടതും ഗൗരി തുള്ളിച്ചാടി ഉമ്മറത്തേക്കോടി. അനന്തൻ കാർ പോർച്ചിൽ നിർത്തി ഇറങ്ങിയതും ഗൗരി അയാളുടെ അടുത്ത് എത്തിയിരുന്നു. ആദ്യ ഗൗരി പറഞ്ഞത് മനസ്സിലാക്കിയെടുക്കുമ്പോഴേക്കും അതാ തുള്ളിച്ചാടി പോകുന്ന ഗൗരിയെയാണ് കാണുന്നത്. അനന്തു വന്നു. പ്രഭാമ അങ്ങോട്ട് നടന്നു. ആനിയും എവിടെ നിന്നോ ലിവിംഗ് റൂമിൽ എത്തിയിരുന്നു. അച്ഛൻ്റെ കുഞ്ഞ. അനന്തൻ ഗൗരിയെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുണ്ടമർത്തി. ഉമ്മറത്ത് കയറിയതും കാണുന്നത് തങ്ങളെ നോക്കി നിൽക്കുന്നവരെയാണ്. വിരുന്നുകാരുണ്ടല്ലോ അമ്മ. പ്രഭാമയുടെ കയ്യിലേക്ക് കവർ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ആ, മീനുട്ടിയാണോ? വാ, എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? ഗൗരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മീനുട്ടിയുടെ തലയിലൊന്ന് തലോടി. സുഖമായിരിക്കുന്നു അനന്തുമാമ. എല്ലാ തിരക്കും ഒഴിവാക്കി ശങ്കരമാമയുടെ ഷഷ്ടിപൂർത്തി പങ്കെടുക്കണമെന്ന് വിചാരിച്ചതാ. ഇന്നലെ രാത്രിയിൽ ആ മീറ്റിങ്ങിൽ വന്നേ തീരൂ എന്ന് ഫോൺ വന്നത്. പിന്നെ ഇന്ന് പുലർച്ചെ പുറപ്പെട്ടു. ശങ്കരമാമയോടൊന്ന് പറയാൻ കൂടി പറ്റിയില്ല. പറഞ്ഞുകൊണ്ട് അനന്തൻ കുഷ്യനിലേക്കിരുന്നു. അനിയെ ഒന്ന് നോക്കി. നോട്ടം എന്തിനാണെന്ന് മനസ്സിലായതും അവർ ഡൈനിങ് ടേബിളിലുള്ള ജഗ്ഗിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അയാൾക്ക് നൽകി. എന്തേ എല്ലാവരും നിൽക്കുന്നത്? ഇരിക്കോ. അനന്തൻ മിണ്ടാതെ നിൽക്കുന്ന ആദിയെയും അതുലിനെയും നോക്കി പറഞ്ഞു. അങ്കിൽ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കായിരുന്നു. അതുൽ മീനുവിനെ നോക്കി മറുപടി പറഞ്ഞു. അനന്ത മീനുട്ടിയുടെ ചെക്കനാണ്. നിനക്ക് മനസ്സിലായോ? പിന്നെ മനസ്സിലാവാതെ അമ്മ. കല്യാണത്തിലും റിസപ്ഷനിലും കണ്ടിരുന്നല്ലോ. ഇയാളെ മനസ്സിലായില്ല. ആദിയെ നോക്കിയാണ്. എൻ്റെ കസിനാണ് ആദിത്യവർമ്മ. എൻ്റെ ബോസ് കൂടിയാണ് അച്ഛാ.
അതുൽ പറഞ്ഞു മുഴുവനാക്കും മുന്നേ ഗൗരി പെട്ടെന്ന് പറഞ്ഞു, തന്നെയോ, വാ ഇവിടെ ഇരിക്കു രണ്ടാളും. അനന്തൻ അടുത്തുള്ള കുഷ്യനിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഇരുവരും മുടക്കമൊന്നും പറയാതെ ഇരുന്നു. ആദി അനന്തനെ നോക്കി കാണുകയായിരുന്നു ഇത്രയും നേരം. 6 അടിയോളം ഉയരം, ഒത്ത തടിയും, ഒരു ജെന്റിൽമാൻ തന്നെ. വെള്ളമുണ്ടും നേവി ബ്ലൂ ഷർട്ടും, കയ്യിലൊരു വാച്ചും, കഴുത്തിൽ നേരിയ ചെയിനും ഉള്ളിലേക്കിട്ട് തലയിൽ ഒരു മുടി പോലും നിരച്ചിട്ടില്ല. കണ്ടാൽ ഒരു 10-12 വയസ്സുള്ള ഒരു കുട്ടിയുടെ അച്ഛനാണെന്നേ തോന്നൂ. ആനിയമ്മയുടെ സൗന്ദര്യത്തിന് ഒത്ത ഒരു പുരുഷൻ തന്നെ. നിങ്ങളുടെ കമ്പനി ബ്രാഞ്ച് മറ്റിടത്തുമില്ലേ? അനന്തു ആദിയെ നോക്കിയാണ് ചോദിച്ചത്. ബാംഗ്ലൂരിലും ചെന്നൈയിലും 2 ബ്രാഞ്ചുണ്ട്. കേരളത്തിൽ 4 ഡിസ്ട്രിക്റ്റിലുണ്ട്. ഇവിടത്തെ ബ്രാഞ്ചാണ് ലാസ്റ്റ് തുടങ്ങിയത്. മൊത്തം 7-8 ബ്രാഞ്ചുണ്ട് അല്ലേ? അതെ. താൻ തന്നെയാണോ എല്ലാം മാനേജ് ചെയ്യുന്നത്? അവരുടെ സംസാരം ബിസിനസ്സിലേക്ക് കടന്നതും ഗൗരിയും മീനും പ്രഭാമയും എല്ലാം അവിടെ നിന്നും അകത്തേക്ക് വലിഞ്ഞു. അതിലുമുണ്ട് 2-3 എണ്ണത്തിൽ പാർട്ട്ണർഷിപ്പ്. ആർക്കിടെക്ചർ മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമുണ്ട്. ഓരോ പ്രൊജക്റ്റ് കിട്ടിയാലും അതിൻ്റെ A to Z കമ്പനിയുടെ കീഴിലാക്കും. ഓ, ഗുഡ് വർക്കാണല്ലോ. വെൽ ഡൺ. ഈ സമയമാണ് അനന്തൻ്റെ ഫോൺ റിങ് ചെയ്തത്. ശരി, നിങ്ങളിരിക്കൂ, അനന്തൻ പറഞ്ഞുകൊണ്ട് ഫോണുമായി റൂമിലേക്ക് പോയി. ആദി അതുലിനെ ഒന്ന് നോക്കി. മീനു, ഇറങ്ങാം. അതുൽ അകത്തേക്ക് നോക്കി വിളിച്ചു ചോദിച്ചു. ഇന്ന് ഇവിടെ കൂടാ മക്കളെ, സമയം ഒരുപാടായില്ലേ? പറഞ്ഞുകൊണ്ട് പ്രഭാമ അവരുടെ അടുത്തേക്ക് വന്നു. ഇല്ല അച്ചമ്മ, ഇനിയും നിന്നാൽ അവിടെ നിന്നും ഇറങ്ങാൻ ലേറ്റാകും. ഭക്ഷണം കഴിക്കാൻ കാത്തു നിൽക്കുന്നുണ്ടാകും അച്ചമ്മ. മീനുവാണ്. ശരി, ഇനി നിർബന്ധിക്കണില്ല. സമയം കിട്ടുമ്പോഴൊക്കെ വരണം ഇങ്ങോട്ട്. പ്രഭാമ എല്ലാവരെയും നോക്കിക്കൊണ്ടാണ് പറഞ്ഞത്. ആദിയും അതിലും മുറ്റത്തേക്ക് ഇറങ്ങി. ആനിയമ്മയും അവരെ യാത്രയാക്കാൻ ഇറങ്ങി വന്നു. ആദി അകത്തേക്കൊന്നു നോക്കി. ആരെയോ പ്രതീക്ഷിച്ച പോലെ. ഗൗരി എന്തിയെ അച്ചമ്മ? ആദിയുടെ നോട്ടം കണ്ടതും മീനു ചോദിച്ചുപോയി. അകത്തുണ്ടായിരുന്നല്ലോ, ഞാൻ യാത്ര പറഞ്ഞിട്ട് വരാം. മീനു അവളുടെ റൂമിലേക്ക് പോകാൻ സ്റ്റെപ്പ് കയറാൻ നിന്നതും ഗൗരി അടുക്കളയിൽ നിന്നും വന്നു. ആദിയുടെ നെഞ്ചൊന്ന് തുടിച്ചു. അവൻക്ക് ഉള്ളിൽ വിങ്ങിയ എന്തോ ഒരു അസ്വസ്ഥത ഉരുകിപ്പോയ പോലെ തോന്നി. ഇന്ന് അച്ചമ്മ ഉണ്ടാക്കിയ കടുമാങ്ങയാണ്. നീ കൊണ്ടുപോയിക്കോ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതല്ലേ? അപ്പോൾ നിനക്ക് വേണ്ടേ ഗൗരി? എന്നെപ്പോലെ നിനക്കും ഇഷ്ടമല്ലേ? അത് സാരില്ല മീനു, എനിക്ക് അച്ചമ്മ വേറെ ഉണ്ടാക്കി തന്നോളൂ. നീ അതുലേട്ടൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. ഗൗരിയുടെ കണ്ണൊന്ന് കലങ്ങി. കണ്ണുനീർ ഒഴുകാതിരിക്കാൻ പാടുപെടുകയാണ് കക്ഷി. അയ്യേ, നീ എന്തിനാ ഇങ്ങനെ കണ്ണു ചുവപ്പിക്കുന്നത് പെണ്ണെ? നമുക്ക് ഇനിയും കാണാടി. നീ എന്നും വിളിക്കണം കേട്ടോ. ഇപ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞ് പോയിട്ട് നീ ഒരു പ്രാവശ്യമേ വിളിച്ചുള്ളൂ, അതും റിസപ്ഷനിൽ വരാൻ പറയാൻ. നിനക്കറിയില്ലേ മീനു, നീ മാത്രമേ ഉള്ളൂ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്ന്. നീ ഇങ്ങനെ കണ്ണു നിറയ്ക്കല്ലേ ഗൗരി, എനിക്കും സങ്കടം വരികയാണ്. മീനുവും കണ്ണു തുടക്കുന്നുണ്ട്. അതുൽ ആദിയെ ഒന്ന് നോക്കി. അവൻക്ക് എന്തോ ഗൗരിയുടെ കണ്ണു നിറഞ്ഞത് കണ്ടതും എന്തോ പോലെ ആയിട്ടുണ്ട്. നിർത്തിക്കോ രണ്ടാളും. നന്ദുട്ടി, കല്യാണത്തിൻ്റെ അന്നത്തെ പോലെ ഇന്നും കരഞ്ഞ് നിലവിളിച്ച് ഇരിക്കാനാണോ? പണ്ടത്തെ കാലം ഒന്നും അല്ലല്ലോ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സാധനത്തിൽ ഒന്ന് ഞെക്കിയാൽ പോരെ, കാണാനും വിശേഷമറിയാനും. പ്രഭാമ ഇടപെട്ടു. അല്ലെങ്കിൽ രണ്ടാളും കരഞ്ഞു പിഴിഞ്ഞ് നിൽക്കുമെന്ന് അവർക്കറിയാം. നിങ്ങൾ പോയി വരും മക്കളെ. മോനെ, ഇനിയും വരണം കേട്ടോ. മീനുട്ടിയെയും ചെക്കനെയും ദൈവം സഹായിച്ച് ഇടയ്ക്കൊക്കെ കാണാൻ പറ്റും. മോനും വരണം. വഴിയൊക്കെ അറിയാലോ ഇപ്പോൾ ഇവിടേക്കുള്ള. പിന്നെ നന്ദുട്ടിയുടെ ബോസുമല്ലേ. പ്രഭാമ ആദിയുടെ കൈപിടിച്ച് തലോടിക്കൊണ്ട് പറയുകയാണ്. വരാം അച്ചമ്മ, ഈ വഴി പോകുമ്പോഴെല്ലാം വരാം. അച്ചമ്മയെ കാണാൻ ആദിയും ഉറപ്പു കൊടുത്തു. അവർ 3 ഗൗരിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി അതുലിൻ്റെ കാറിലേക്ക് കയറി. ഇരുട്ടായി തുടങ്ങിയപ്പോൾ രണ്ടാമത് മീനുവും അതുലും കാറിലാണ് ഗൗരിയുടെ വീട്ടിലേക്ക് വന്നത്.